സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. കണ്ണൂർ കോളയാട് വീടിന്റെ മുകളിൽ മരം വീണ വയോധികൻ മരിച്ചു. കോഴിക്കോട്ട് വിവിധയിടങ്ങളിൽ മിന്നൽ ചുഴലി വീശി. ആലപ്പുഴയിൽ മരം വീണ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനംതിട്ടയിൽ സ്കൂൾ കോമ്പൗണ്ടിലെ മരം കടപുഴകി വീണു. ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ കനത്ത മഴയിൽ വ്യാപകമായ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വീടിന് മുകളിൽ മരം കടപുഴകി വീണ് കണ്ണൂരിൽ ഗൃഹനാഥന് ദാരുണാന്ത്യം. കോളയാട് ചെമ്പുകാവ് തെറ്റമ്പലിലെ എനിയാടൻ വീട്ടിൽ ചന്ദ്രനാണ് മരിച്ചത്. വീട്ടിലുണ്ടായിരുന്ന 2 പേർ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. കോഴിക്കോട് കല്ലാച്ചി വിലങ്ങാട് മേഖലയിൽ മിന്നൽ ചുഴലിയിൽ മരങ്ങൾ കടപുഴകി വീടുകളും വൈദ്യുതി തൂണുകളും തകർന്നു. താമരശ്ശേരി കുടഞ്ഞി തുടങ്ങിയ മലയോര മേഖലയിലും വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. കാരാടി നെല്ലുള്ളിച്ചാലിൽ മുഹമ്മദ് ഹനീഫയുടെ വാഹനത്തിന് മുകളിൽ മരം വീണു. ചാലിയാറിലും ഇരുവഴിഞ്ഞിയിലും ജലനിരപ്പ് ഉയർന്നു. പന്തളം പൂഴിക്കാട് സർക്കാർ UP സ്കൂൾ കോമ്പൗണ്ടിലെ മരം കടപുഴകിയത് ആശങ്ക ഉയർത്തി. ആലപ്പുഴ മാരാരിക്കുളത്ത് ട്രാക്കിൽ മരം വീണതോടെ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പാലക്കാട് നെന്മാറയിൽ വയോധികരുടെ വീട് നിലം പൊത്തി. പാലക്കാട് തച്ചമ്പാറ കുന്നംതുരുത്തിയിൽ വീടിന്റെ മുകളിൽ മരം വീണ് 2 പേർക്ക് പരിക്കേറ്റു. കുമളി മുന്നാർ സംസ്ഥാന പാതയിലും നെടുങ്കണ്ടം കമ്പം അന്തർ സംസ്ഥാന പാതയിലും മണ്ണിടിഞ്ഞു. തൃശൂർ മലക്കപ്പാറ റൂട്ടിൽ തോട്ടപ്പുര ഭാഗത്ത് മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മിന്നൽ ചുഴിയും കനത്ത നാശനഷ്ടവും. സംസ്ഥാനത്തെമ്പാടും മഴ കനക്കുമ്പോൾ ആശങ്കയും ഉയരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.